ഹലോ, വെൽക്കം ബാക്ക്. സുഖമാണ് എല്ലാവർക്കും. അപ്പോൾ ഇന്ന് നമ്മുടെ കൊച്ചു മുതലാളിക്ക് വേണ്ടിയിട്ട് രണ്ട് വ്യത്യസ്ത ഭാവങ്ങൾ ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതൊന്ന് കണ്ടു നോക്ക്. ഒന്ന് ഇന്ത്യൻ സാധനത്തിലിരിക്കുന്നതും മറ്റേത് യൂറോപ്യൻ സാധനത്തിലിരിക്കുന്നതാണ്. രണ്ടും എത്ര കറക്റ്റ് ആയിട്ടുണ്ടെന്ന് നോക്കണേ. കണ്ടില്ലേ? എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം എന്താണെന്ന് അറിയോ കൊച്ചു മുതലാളി? ഇത്രയധികം എക്സ്പ്രഷൻ ഇടുന്ന ഒരാൾ സ്വന്തം വീട്ടിലെ ടോയ്ലറ്റിലുള്ളപ്പോൾ എന്തിനാണ് മറ്റുള്ളവരുടെ ടോയ്ലറ്റിൽ ഒളിഞ്ഞു നോക്കാൻ പോകുന്നത്? എന്തായാലും ഒളിഞ്ഞു നോക്കിയിട്ട് തന്നെ ആയിരിക്കുമല്ലോ എക്സ്പ്രഷൻസ് കണ്ടിട്ടുണ്ടാവുക. വെരി ചീപ്പെന്നേ പറയാനുള്ളൂ. അതും നിന്റെ സ്വഭാവ സവിശേഷതയായിരിക്കും അല്ലേ? അപ്പോൾ നടക്കട്ടെ, നമുക്ക് കാര്യത്തിലേക്ക് വരാം. ഇനി ഞാൻ എന്തെങ്കിലും സംസാരിക്കുകയാണെങ്കിൽ തന്നെ ഞാൻ ഈ പറയുന്ന ആർക്കും വേണ്ടിയിട്ടായിരിക്കില്ല സംസാരിക്കുന്നത്. ഞാൻ പബ്ലിക്കിന് വേണ്ടിയിട്ടായിരിക്കും, അല്ലെങ്കിൽ എനിക്ക് വേണ്ടിയിട്ടായിരിക്കും സംസാരിക്കുന്നത്. മനസ്സിലായില്ലേ? ഒരാളും ഇനിയിപ്പോൾ പറഞ്ഞുകൊണ്ട് വരും ഇത് ഞങ്ങളുടെ കുടുംബ പ്രശ്നമല്ലേ, ഞങ്ങൾ തീർത്തോളാം എന്നുള്ള രീതിയിൽ പറഞ്ഞുകൊണ്ട് വന്നാൽ നിങ്ങൾ എന്തിനാണ് ഇത് സംസാരിക്കുന്നത് എന്ന് എന്നോട് ചോദിച്ചുകൊണ്ട് വന്നാൽ എനിക്കൊരു ആൻസർ മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ കുടുംബ പ്രശ്നം ആ വിഴുപ്പ് ഇട്ട് അലക്കി തീർക്കാനുള്ള പ്ലാറ്റ്ഫോം അല്ല സോഷ്യൽ മീഡിയ. കുടുംബ പ്രശ്നമായിരുന്നെങ്കിൽ അത് കുടുംബത്തിൽ ഒതുങ്ങിയേനെ. ഒരാളുടെ ഇന്നലത്തെ പ്രശ്നങ്ങൾ എന്തൊക്കെയായിരുന്നെന്നറിയോ? എൻ്റെ ഭാര്യയെ ഭാര്യയല്ല കേട്ടോ, ഭാര്യയെ പാല് കൊടുത്തതിൻ്റെ പേരിൽ ജേഴ്സി പശു എന്ന് വിളിച്ചു. മുതലാളിക്ക് വല്ലാണ്ട് ഫീൽ ചെയ്ത ഒരു കാര്യം. എനിക്കൊരു കമൻറ്റും വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങളൊരു സ്ത്രീയാണോ? ജേഴ്സി പശു പാലൂട്ടിയതിൻ്റെ പേരിൽ ഇങ്ങനെയൊക്കെ പറയുന്നത് നല്ലതാണോ? ഒരു സ്ത്രീക്ക് ചേർന്നതാണോ? ഒരു നഴ്സ് പാല് കൊടുത്തല്ലോ എന്നൊക്കെ പറഞ്ഞ് കുറേ സദാചാരപരമായ ഒരു കമൻറ്റ്. ഇതൊന്നും നല്ലതല്ല, ഇതൊക്കെ ദോഷമാണെന്ന് പറയുന്ന ഒരാളല്ല ഞാൻ. നല്ലതിന് വേണ്ടി ചെയ്താൽ, നല്ല ഉദ്ദേശത്തോടെ ചെയ്താൽ എല്ലാം നല്ലതാണ്. ഇപ്പോൾ ഒരു നേഴ്സ് ഒരു കുട്ടിയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് പാലൂട്ടുന്ന ഒരുപാട് അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് ആളുകൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ ആരും ഇങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ട് നടന്നിട്ടില്ല. മനസ്സിലായില്ലേ? ഒരമ്മയുടെ പെർമിഷൻ ഇല്ലാതെ ഒരു സ്ത്രീക്ക് ഒരു കുഞ്ഞിനെ എടുത്തിട്ട് പാല് കൊടുക്കേണ്ട കാര്യമില്ല. ഇന്ന് പാല് കുറവാണെങ്കിൽ, ഒരമ്മ പ്രസവ ശേഷം പാല് കുറവാണെങ്കിൽ വേറെ ഒരുപാട് മാർഗങ്ങളുണ്ട് അതിന്. ഇനിയിപ്പോൾ പറയായിരിക്കാം ഞങ്ങളുടെ ഇഷ്ടത്തോടു കൂടി അങ്ങനെ ഇങ്ങനെ, അത് എന്തും ആവട്ടെ. ഞാൻ പറഞ്ഞൊരു റീസൺ എന്ന് വെച്ചാൽ ഇവൻ ഒരുപാട് തവണ ഇത് വിളിച്ചു പറഞ്ഞുകൊണ്ട് നടന്നു സോഷ്യൽ മീഡിയയിൽ പിറ്റേന്ന് തൊട്ടിട്ട് കാറിലിരുന്നിട്ടും അങ്ങനെ ഇങ്ങനെയൊക്കെ കുഞ്ചൂസ് പാല് കൊടുത്തു അവൾക്ക് പാലില്ലായിരുന്നു എന്നുള്ള രീതിയിൽ ഒരു പ്രസവം കഴിഞ്ഞ് കിടക്കുന്ന ഒരു ലേഡി, അവർ പലവിധ ഡിപ്രഷനിലൂടെ കടന്നു പോകുന്ന ഒരു സ്റ്റേജ് ആയിരിക്കും. ഇപ്പോൾ പബ്ലിക്കിൽ ഇങ്ങനെ വന്നിരുന്നിട്ട് അവൾക്ക് പാലില്ലായിരുന്നു അങ്ങനെ ഇങ്ങനെയൊന്നും പറയുന്ന അവർക്ക്
അത്രത്തോളം അംഗീകരിക്കാൻ പറ്റുന്നൊരു സിറ്റുവേഷൻ അല്ല അത്. ആ സാഹചര്യത്തിൽ പല ആവർത്തി ഇവൻ ഇങ്ങനെ അവക്കില്ലായിരുന്നു ഇവക്കുണ്ട് എന്നുള്ള രീതിയിൽ ഹൈലൈറ്റ് ചെയ്ത് എപ്പോഴും അങ്ങനെ തന്നെയാണല്ലേ, എപ്പോഴും ഇവൻ്റെ ഭാര്യയ്ക്ക് മാത്രം എല്ലാം സൽഗുണങ്ങളാണെങ്കിലും ഒക്കെ എല്ലാ സംഭവങ്ങളും ഉള്ളൂ എന്നുള്ള രീതിയിൽ തന്നെയാണല്ലോ ഇവൻ സംസാരിക്കുക. അപ്പോൾ അതിനെതിരെയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ പാല് കൊടുത്തതിനെ തെറ്റായിട്ട് വ്യാഖ്യാനിച്ചിട്ടല്ല ഞാൻ പറഞ്ഞേക്കുന്നത്. പിന്നെ പ്രസവം, പാലൂട്ടൽ, കുഞ്ഞുങ്ങളെ വളർത്തൽ, നോ വൺ എൽസ് ഷുഡ് ടോക്ക് അബൌട്ട് ദിസ് മാറ്റർ. എൻ്റെ ഭാര്യയ്ക്ക് മാത്രമേ അതിനുള്ള യോഗ്യതയുള്ളൂ. എൻ്റെ കുഞ്ചൂസ് പ്രസവിച്ചു, എൻ്റെ കുഞ്ഞുങ്ങളെ നോക്കി, അതൊക്കെ കണ്ടിട്ട് ഇൻസ്പിറേഷൻ ഉൾക്കൊണ്ടാണ് ഞാൻ മെറ്റേണിറ്റി കിറ്റ് പോലും ഉണ്ടാക്കി വെച്ചേക്കുന്നത്. അവൾ കുഞ്ഞുങ്ങളെ നോക്കുന്ന അവൾ നല്ലതാണ്, ഒരു ഭാര്യ ഒരു ഭർത്താവ് പൊക്കിപ്പിടിക്കുന്ന നല്ലതാണ്. പക്ഷേ അത് ആവശ്യത്തിന് വേണ്ടിയിട്ട് മാത്രം. അതിൽ ആ സെയിം സിറ്റുവേഷനിൽ കൂടെ കടന്നുപോയ സ്വന്തം മാതാവിനെ എത്രത്തോളം ഇകഴ്ത്താവോ. ഇന്ന് ഇത്രയധികം അത്യാധുനിക സൗകര്യങ്ങളൊക്കെ ഉള്ള ഒരു സമയത്ത് ഒരു സ്ത്രീ പ്രസവിക്കുന്നതിനെ ഭയങ്കര ഹൈലൈറ്റ് ചെയ്ത് പറയപ്പെടുകയും പുകഴ്ത്തുകയും ഒക്കെ ചെയ്യുന്ന ഒരുത്തൻ സ്വന്തം അമ്മയെ ഏതൊക്കെ തരത്തിലാണ് അവഹേളിച്ചിട്ടുള്ളത് എന്നുകൂടെ ചിന്തിക്കണം. അവർ ഏതൊക്കെ രീതിയിലാണ് ഒരു ഭാര്യ ജേഴ്സി പശു എന്ന് വിളിച്ച് അവന് വല്ലാതെ കൊണ്ടു. അങ്ങനെ വിളിച്ചത് അവന് ഉരുകിപ്പോയി. അവൻ്റെ സ്വന്തം അമ്മയെ സോഷ്യൽ മീഡിയയിൽ വിളിച്ച പേരുകളാണ് കള്ളി, കൊലപാതകി, അങ്ങനെ പല പേരുകളും. ഇവൻ്റെ നാവ് കൊണ്ട് ഇവൻ വിളിച്ചതാണ്. അപ്പോൾ എന്തേ ഇവന് പൊള്ളാത്തത്? നല്ലതാണെന്ന് തോന്നുന്നുണ്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും? ഇവനെ താങ്ങുന്ന എല്ലാവർക്കും അത് നല്ലതാണെന്ന് തോന്നുന്നുണ്ടോ? നിങ്ങളുടെയൊക്കെ വീടുകളിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലേ? ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എത്ര പേര് ഇങ്ങനെ പബ്ലിക്കിൽ വീഡിയോ ഇട്ടിട്ട് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ അമ്മ അങ്ങനെയാണ്, പെങ്ങൾ ഇങ്ങനെയാണ്. പലവിധ സംഭവങ്ങളും നിങ്ങളുടെയൊക്കെ വീടുകളിൽ നടന്നിട്ടുണ്ടാവുക. ഇപ്പോൾ നിങ്ങളുടെ കൂടപ്പിറപ്പിനാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ വേണ്ടാത്ത സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം. നിങ്ങളിൽ എത്ര പേര് പബ്ലിക്കിൽ പല ആവർത്തി ഇത് വിളിച്ചു പറയാൻ ധൈര്യപ്പെട്ടിട്ടുണ്ട്, വിളിച്ചു പറഞ്ഞ് അവരെ നാണം കെടുത്തിയിട്ടുണ്ട്. എന്നിട്ട് ഒരു നാണവും ഉളുപ്പും ഇല്ലാതെ രണ്ടാമത്തെ ദിവസം ഇവൻ തോറ്റുപോകുന്നു എന്ന് കാണുന്നിടത്ത് കോംപ്രമൈസ് എന്നും പറഞ്ഞ് ചെന്നിട്ടുണ്ട്. ഞാൻ പറയുന്നില്ല ഇതെല്ലാം ഒന്നുമില്ലാത്ത കാര്യമാണെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. ഉള്ള കാര്യം തന്നെയായിരിക്കാം. ചിലതിലൊക്കെ കഴമ്പുണ്ടായിരിക്കാം. പക്ഷെ നമ്മുടെ പ്രൈവറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പ്രൈവറ്റായിട്ട് വെക്കാനായിട്ട് എല്ലാവരും എപ്പോഴും ശ്രദ്ധിച്ചിട്ടില്ലേ? ഞാൻ അങ്ങനെയാണ് കണ്ടിട്ടുള്ളത്. അഥവാ വിളിച്ചു പറഞ്ഞാലും ഒരു തവണ ജോഷ് ടോക്സിലൊക്കെ ഇതുപോലെ സ്വന്തം ജീവിത സാഹചര്യങ്ങൾ, സിറ്റുവേഷൻസ് ആളുകൾ പറയാറുണ്ട്. അത് ഒരാളുടെ ക്യാരക്ടറിനെ ഇത്രത്തോളം മോശപ്പെടുത്തിയല്ല സംസാരിക്കുക. എനിക്കുണ്ടായ സിറ്റുവേഷൻ ഇങ്ങനെയാണെന്നൊന്ന് ജസ്റ്റ് പറഞ്ഞു പോകുമായിരിക്കും. ഇത് വെബ് സീരീസ് പോലെ എത്ര സീരീസ് ഇവളും കൂടെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ സംസാരിക്കുന്നു എന്ന് പറയാനായിട്ട് നിങ്ങൾക്ക് എന്ത് റൈറ്റാണ്? സംസാരിക്കരുത് എന്ന് പറയാനായിട്ട് എന്ത് റൈറ്റാണുള്ളത്? സ്വന്തം കുടുംബത്തിലെ കാര്യങ്ങൾ കൊണ്ടുവന്ന് വിളമ്പിയത് ആരാണിവിടെ? അതോ എത്രയോ തവണ ഞാൻ ഒരു തവണ 2 തവണ പറഞ്ഞാലൊക്കെ പിന്നെയും പറയുമ്പോൾ ഇത് അരോചകമാകുന്നു എന്നാരോ പറഞ്ഞു. ഞാൻ വെറും 2 തവണ വീഡിയോ ഇട്ടിട്ട് പോയ ഒരാളാണ്, പിന്നെ തിരിഞ്ഞു നോക്കാതിരുന്ന ഒരാളാണ്. അപ്പോൾ ഒരു കുറച്ച് ദിവസം പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല, അങ്ങനെ അങ്ങ് പോയി. ഞാനൊരു 8-9 മാസം കഴിഞ്ഞിട്ടാണ് പിന്നെയും ഇത് വല്ലാതെ രൂക്ഷമായി. പാർട്ട് 1, പാർട്ട് 2, ആൻഡ്രോയിഡ് കുഞ്ഞപ്പനിൽ ഇതിന് വേണ്ടിയിട്ട് സ്പെഷ്യൽ ചാനൽ തുടങ്ങുന്നു. അവിടെ വെബ് സീരീസ് പോലെ ഇതിൻ്റെ ഓരോ എപ്പിസോഡ്സ് വിടുന്നു. അങ്ങനെ വല്ലാണ്ട് ആക്രമിക്കാനും അവിഹിതങ്ങളുടെ കുത്തഴിഞ്ഞ കഥകൾ കേട്ട് ഇന്ന് ഈ പുതിയ തലമുറ നശിക്കാതിരിക്കട്ടെ എന്നും ചിന്തിച്ചിട്ടാണ് വീണ്ടും ഞാനിതിലേക്ക് ഇറങ്ങിയത്. അപ്പോൾ ഇനി എനിക്ക് ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ. ഇനി എത്ര എന്നെ ഒറ്റപ്പെടുത്തിയാലും, ഈ പറയുന്നവരെല്ലാം ഒരു ഗാങ് ആയാലും, നിങ്ങളുടെ കുടുംബ പ്രശ്നമാണ് എന്ന് പറഞ്ഞാലും, നിങ്ങളുടെ കുടുംബ പ്രശ്നമാണെങ്കിൽ നിങ്ങൾക്ക് പരസ്പരം ഫോണില്ലേ, സംസാരിക്കാൻ പറ്റില്ലേ, അല്ലെങ്കിൽ അഡ്രസ്സ് ഇല്ലേ, വീടിൻ്റെ വാതിൽക്കൽ ചെന്ന് സംസാരിക്കത്തില്ലേ? എന്തിനാണ് പബ്ലിക്കിൽ കൊണ്ടുവന്ന് മയക്ക് വെച്ചിട്ട് അനൗൺസ്മെൻറ്റ് നടത്തുന്നത്? അപ്പോൾ അത് പബ്ലിക്ക് പ്രതികരിക്കുക തന്നെ ചെയ്യും. മുന്നോട്ട് എത്രയൊക്കെ പേര് എൻ്റെ നേരെ എഗെയിൻസ്റ്റ് ആയിട്ട് നിന്നാലും ഇവൻ സംസാരിക്കുന്ന മാറ്റർ ഇതാണെങ്കിൽ ഇവൻ്റെ കാര്യം നോക്കി ഇവൻ്റെ വീഡിയോയും ചെയ്ത് പൊക്കൂടെ? കുറ്റം പറച്ചിൽ മാത്രമായിട്ട് വീഡിയോ ഇടാതെ. അപ്പോൾ അങ്ങനൊരു സംഭവം വന്നാൽ നമ്മുടെ പബ്ലിക്കിനെ ബാധിക്കുന്ന കാര്യമാണ്, നമ്മുടെ പുതിയ തലമുറയിലെ കുട്ടികളെ ബാധിക്കുന്ന കാര്യമാണ്. ഇങ്ങനെയും ജീവിക്കാം എന്നുള്ള ഒരു മെസ്സേജ് കൊടുക്കുന്ന ഒരു ചാനലാണ് ഇവൻ്റെ ചാനൽ. ഒരുപാട് ചാനലുകളുണ്ട്. വേറെ ചാനലുകളെ പറ്റി എന്താണ് പറയാത്തത് എന്ന ആളുകൾ ചോദിക്കുന്നുണ്ട്. വേറെ ഏത് ചാനലാണ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമോ? ഇങ്ങനെ സ്വന്തം വീട്ടിലെ അവിഹിത കഥകൾ കുത്തിപ്പൊക്കിയെടുത്ത് 1, 2, 3, 4 എന്ന എപ്പിസോഡായിട്ട് വിറ്റ് ജീവിക്കുന്ന വേറെ ഏതൊരു ചാനലുണ്ടെന്ന് നിങ്ങൾക്ക് പറയാമോ? എനിക്കറിയില്ല, എൻ്റെ അറിവിലില്ല. എൻ്റെ അറിവിൽ ഇത്രത്തോളം തരം താഴ്ന്ന വേറെ ഒരു ചാനലും എനിക്കറിയില്ല. വല്ലാതെ ശോഭിതനാകുന്നുണ്ടല്ലോ ഇവൻ. വികാരം കൊണ്ട് ഇവനെ വിറയ്ക്കുന്നുണ്ടല്ലോ. ഇവൻ പറഞ്ഞ കാര്യമല്ലാതെ ഏത് കാര്യമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്?
ഏതൊരു കാര്യമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് പറ, ധൈര്യം ഉണ്ടെങ്കിൽ പറ. അതുപോലെ ഇവൻ പറയുന്നു ഇവൻ്റെ വീഡിയോയ്ക്ക് താഴെ ബാഡ് കമൻസ് ഒന്നും വരാറില്ല. അതിൻ്റെ ബെസ്റ്റ് ആൻഡ് ബെറ്റർ എക്സാമ്പിള് ഇന്നലത്തെ വീഡിയോയ്ക്ക് താഴെയുണ്ട്. ഞങ്ങളുടെ ഇവനെ സപ്പോർട്ട് ചെയ്യുന്നവരുടെ സംസ്കാരം എന്താണ് എന്നറിയിക്കുന്ന എല്ലാ തെളിവുകളും ഉണ്ട് ഇന്നലത്തെ ചാനലിൽ, ഇന്നലത്തെ ഇവൻ്റെ വീഡിയോയ്ക്ക് താഴെ. ഇന്നലെ ജസ്റ്റ് കണ്ണോടിച്ച് നോക്കി. അപ്പോൾ അവൻ ഒരു സന്തോഷം എന്ന് പറഞ്ഞ ഒരുത്തൻ അവൻ്റെ കുടുംബകാര്യം വന്ന് പറയുന്നു അവന് നട്ടല്ലില്ലാത്തതുകൊണ്ട് അവൻ്റെ ഭാര്യ മുള്ളുമുറിക്കാൻ കയറാൻ പോകുന്നെന്ന്. സ്വന്തം കുടുംബത്തിലെ കാര്യം വന്ന് പറയാണ്. വേറൊരുത്തി അതുപോലെ അവൾ വായെടുത്ത അവിഹിതം മാത്രമേ പറയുള്ളൂ. ഇവനും അത് തന്നെയല്ലേ പറയുള്ളൂ, അവിഹിത കഥകൾ. അവളും അങ്ങനെ തന്നെയാണ്. അവളും വന്നിട്ട് കണ്ട 10 പേരുടെ കൂടെ പോയെന്നോ കുറേ ഒമാരെ പിടിച്ച് കഷത്തി വെച്ചെന്നോ ഇങ്ങനെയുള്ള സംസാരങ്ങൾ മാത്രം, സംസ്കാരശൂന്യമായ സംസാരങ്ങൾ മാത്രമാണ് ഇവൻ്റെ ചാനലിൽ ഉണ്ടാവുക. അപ്പോൾ ഇതിനെ ആരും തടയിടാൻ പാടില്ല. സപ്പോർട്ട് ചെയ്ത് വിട്ടാൽ ഞങ്ങൾക്ക് ഈ അവിഹിത കഥകൾ കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞങ്ങളിത് കേട്ടോളാം. നിങ്ങളൊന്നും മിണ്ടാതിരിക്കൂ, നിങ്ങൾ ഇട്ടിട്ട് നിങ്ങളുടെ വഴിക്ക് പോകൂ. നിങ്ങൾക്ക് കുടുംബ പ്രശ്നങ്ങൾ വിൽക്കാനേ സമയമുള്ളൂ. മറ്റുള്ളവരുടെ ജീവിത പ്രശ്നം എടുത്ത് എന്തിനാണ് കണ്ടൻ്റാക്കി ഇടുന്നത് എന്ന് ചോദിക്കുന്നവരോടാണ് അടുത്ത എൻ്റെ ആൻസർ. ഈ മറ്റുള്ളവരുടെ ജീവിത പ്രശ്നങ്ങൾ ഞാൻ അവിടെ പോയി കിള്ളിയെടുത്തതാണോ? മറ്റുള്ളവർ പബ്ലിക്കിൽ കൊണ്ടുവന്ന് ദിവസവും ഇങ്ങനെ വിളമ്പുന്നതല്ലേ? അതിന് നിങ്ങൾക്ക് യാതൊരു ബോറുമായിട്ട് തോന്നുന്നില്ലേ? ബോറടിക്കുന്നില്ലേ? എന്തിനാ അവരോട് പറഞ്ഞാൽ ആദ്യം അത് നിർത്താത്തത്? എപ്പോൾ ഇവരാ ടോക്ക് നിർത്തുന്നോ അവിടെ ഞാൻ സംസാരിക്കാറില്ലല്ലോ. എപ്പം ഒന്ന് ചിന്തിക്കാൻ ശേഷിയുള്ളവരാണ് ചിന്തിച്ചു നോക്കൂ. കുടുംബ വിഷയം ഒരു പരിധി കൂടുതൽ കടന്ന് വൾഗറായിട്ട് വൃത്തികേടായിട്ട് സംസാരിക്കുമ്പോൾ മാത്രമാണ് ഞാൻ അവിടെ ഇടപെടുന്നത്. അത് തെറ്റായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതെൻ്റെ പ്രശ്നമല്ല. ഇനിയും ഞാൻ മുന്നോട്ട് ഇങ്ങനെ തന്നെയായിരിക്കും. ഇനി എല്ലാവരും ഇവരുടെ കുടുംബക്കാരെന്നല്ല, എല്ലാവരും എനിക്ക് അഗൈൻസ്റ്റ് തിരിഞ്ഞാലും കുടുംബ പ്രശ്നമാണ് എന്ന് പറഞ്ഞാലും കുടുംബ പ്രശ്നം. അതുപോലെ ഇവൻ പറയുന്നുണ്ട് നിൻ്റെ ഫോൺ നമ്പർ തരൂ, നിന്നെ ഞാൻ അവിടെ വന്ന് സംസാരിക്കാം, അല്ലെ ഫോൺ വിളിച്ച് സംസാരിക്കാം, അഡ്രസ്സ് തരൂ, അവിടെ വന്ന് സംസാരിക്കാമെന്ന്. പേഴ്സണലായിട്ട് ഇവന് ഞാനുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല, ഇടപാടുകളുമില്ല. അപ്പോൾ പബ്ലിക്കായിട്ട് ഇവൻ പറഞ്ഞ കാര്യത്തിനാണ് പബ്ലിക്കായിട്ട് ഞാൻ വീഡിയോ ഇടുന്നത്. പബ്ലിക്കായിട്ട് പ്രതികരിക്കൂ. പേഴ്സണലായിട്ട് സംസാരിക്കേണ്ട നിൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ നീ എടുത്ത് പബ്ലിക്കാക്കിയിട്ട് പബ്ലിക്കായിട്ടുള്ള കാര്യങ്ങൾ പേഴ്സണലായിട്ട് സംസാരിക്കാമെന്ന്. അതെവിടുത്തെ ന്യായമാണത്? നിനക്ക് പേഴ്സണലായിട്ട് ചെയ്ത് തീർക്കേണ്ട കാര്യങ്ങൾ നീ ഒരിക്കലും ചെയ്ത് തീർത്തിട്ടില്ല. നിൻ്റെ വീട്ടുകാരുടെ ഫോൺ നമ്പർ നിൻ്റെ കയ്യിലില്ലായിരുന്നോ? അഡ്രസ്സ് ഇല്ലായിരുന്നോ? അല്ലെങ്കിൽ അവരോട് ഡയറക്റ്റ് പോയി സംസാരിക്കാനുള്ള അവസരങ്ങളില്ലായിരുന്നോ? അത് ഡയറക്റ്റ് സംസാരിക്കാൻ നീ സോഷ്യൽ മീഡിയയിൽ വിറ്റ് കാശാക്കി. എന്നിട്ട് പബ്ലിക്കായിട്ട് സംസാരിച്ച കാര്യങ്ങൾ നീ രഹസ്യമായിട്ട് സംസാരിക്കാമെന്ന്. തല്ലാൻ കുറേ എണ്ണം നിൻ്റെ കൂടെ കൂടിയിട്ടുണ്ടല്ലോ. തല്ലി തീർക്കാനാണെങ്കിൽ തല്ലി തീർക്ക്. അഡ്രസ്സ് കണ്ടുപിടിച്ച് വന്ന് തല്ലി തീർക്കുക. ബാക്കി നമുക്ക് എന്താണെന്ന് വെച്ചാൽ നോക്കാം. നീ ആരെയും നല്ല എന്നെ നീ പേടിപ്പിക്കാൻ വരണ്ട, മനസ്സിലായില്ലേ? പിന്നെ എൻ്റെ ഭാര്യയെ പാമ്പർ ചെയ്യുന്ന എന്തോ ഒന്ന് പറഞ്ഞല്ലോ. എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടതൊക്കെ ഞാൻ മേടിച്ചു കൊടുക്കും. അതിന് നിൻ്റെ ഭർത്താവ് അങ്ങനെയല്ലായിരിക്കുമെന്ന്. നോ, നെവർ. ഒരിക്കലും എൻ്റെ ഭർത്താവ് അങ്ങനെയല്ല. എനിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ചെയ്തു തരും. അല്ലാതെ എനിക്ക് വേണ്ടിയിട്ട് എൻ്റെ അമ്മ വേണ്ടിയിട്ട് എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടുകാരെ കരിവാരി തേക്കാനും അവരെ തേജോധം ചെയ്യാനും അവരെ ഈ ലോകത്തിൽ ഏറ്റവും നികൃഷ്ട ജീവികളായിട്ട് ചിത്രീകരിക്കാനും എൻ്റെ ഹസ്ബൻഡ് ഒരിക്കലും നിൽക്കില്ല. ഞാൻ അറിയുന്ന ആണുങ്ങൾ, എൻ്റെ അറിവിലുള്ള ആണുങ്ങളൊന്നും നിൽക്കില്ല. അവരൊക്കെ തമ്മിൽ എന്തെങ്കിലും പേരൻസുമായിട്ട് ഇഷ്യൂ ഉണ്ടായിരിക്കാം. പക്ഷെ ഒരിക്കലും നിന്നെപ്പോലെ ഒരു വൃത്തികെട്ട ഒരു മകനെ ഞാൻ കണ്ടിട്ടില്ല ഈ ലോകത്ത്. അവളെ പിന്നെ പറയണ്ട, അതിനെ ഞാൻ മനുഷ്യനായിട്ട് കൂട്ടിയിട്ടില്ല. ഒരു സ്ത്രീ ഒരു കുടുംബത്ത് കയറിയാൽ എങ്ങനെ കുടുംബം കുളം തോണ്ടി നശിപ്പിച്ച് കൈ കൊടുക്കാമെന്നുള്ളതിൻ്റെ എക്സാക്റ്റ് ഉദാഹരണമാണ് അവൾ. അതിനെ ഞാൻ മനുഷ്യനായിട്ട് കൂട്ടിയിട്ടില്ല. അപ്പോൾ പിന്നെ അതാണ് ഞാൻ മാൻഡ്രേക്ക് എന്ന് പറയുന്നത്. പിന്നെ നിന്നെപ്പോലെ ഒരു മകനെ ഈശ്വര ഒരാൾക്കും ഒരിടത്തും ഉണ്ടാവരുത്. ഇനി എത്രയൊക്കെ ന്യായീകരിച്ചെന്ന് പറഞ്ഞാലും മെഴുകിയെന്ന് പറഞ്ഞാലും നിൻ്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ട് പോയി അവരുമായിട്ട് ലോഹ്യം ചേർന്നു എന്ന് പറഞ്ഞാലും നീ പറഞ്ഞതും ഈ സൊസൈറ്റിയിൽ കൊടുത്തതുമായിട്ടുള്ള കാര്യങ്ങളും മായ്ക്കാൻ പറ്റില്ല. ആരുടെയും മനസ്സിൽ നിന്ന് മറയേയില്ല. നിൻ്റെ പെങ്ങൾക്കെതിരെ നീ പറഞ്ഞ അവിഹിതങ്ങൾ, നിൻ്റെ അമ്മയ്ക്കെതിരെ നീ പറഞ്ഞ മോഷണ കേസുകൾ എല്ലാം അവരുടെ മനസ്സിൽ എന്നും കിടക്കും. കുത്തേണ്ട എടുത്ത് അവരതെടുത്ത് കുത്തുകയും ചെയ്യും. എന്നിട്ട് നീ മാന്യം കളിച്ച് നീ സോഷ്യൽ മീഡിയയിലിരിക്കും. നിനക്കെതിരെ ആരും ഒന്നും പറയരുതല്ലേ? നിന്നെ താങ്ങുന്ന കുറേ എണ്ണങ്ങൾ, നിന്നെ സപ്പോർട്ട് പിടിക്കുന്ന കുറേ എണ്ണങ്ങൾ ഇത് കാണാനും നിന്നെ സപ്പോർട്ട് ചെയ്യാനും നിന്നെ പുകഴ്ത്താനും എല്ലാത്തിനും നടക്കും. ഇതുപോലെ ആണ് എല്ലാവരും. എല്ലാ കാലവും നിനക്ക് അങ്ങനെ സുഖിച്ച് ആ പൈസയും കൊണ്ട് ജീവിക്കാൻ നീ വിചാരിക്കരുത്. ആരെങ്കിലുമൊക്കെ എവിടെയെങ്കിലുമൊക്കെ ഒരുമ്പെട്ടിറങ്ങും ഇതിന്. നിങ്ങളൊന്ന് നിർത്തിപ്പോകൂ. എത്ര നാളായി ഇത് കേട്ടിട്ട്? ഇത് തുടരുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യം നോക്കി പോയിക്കൂടെ എന്ന് ചോദിക്കുന്നവരോട് ഇവൻ്റെ കാര്യം നോക്കി ജീവിച്ചൂടെ?
ഇവനിത് എപ്പോൾ സ്റ്റോപ്പ് ചെയ്യുന്നോ അപ്പം വേറെ ആരും ഇതിനെപ്പറ്റി പറയുന്നില്ലല്ലോ. ഞാനെന്നൊരു ശല്യം, ഇവൻ്റെ ഭാഷയിൽ ശല്യം, എപ്പോൾ ഇതിൽ നിന്ന് ഒഴിവാകുന്നു അപ്പം വേണം ഇവനിനി അടുത്ത് വീട് പണിയാനുള്ള പൈസയും ബാക്കിയുള്ള സ്ഥലം മേടിക്കാനുള്ള പൈസയൊക്കെ ഇവൻ ഇതിൽ നിന്നുണ്ടാക്കാൻ. ഇതിന് പറഞ്ഞു കൊടുക്കാൻ പോലും ഒരാൾ പോലും ഇല്ല, വിവരമുള്ള ഒരാൾ പോലും ഇല്ലെന്നുള്ളതാണ്. അതിൽ എന്നെ എങ്ങനെയും അഭിസംബോധന ചെയ്തോ, എന്നെ എങ്ങനെയും പറഞ്ഞോ, ഞാനത് ശ്രദ്ധിക്കുകയില്ല. ഇനി എല്ലാവരും എനിക്കെതിരെ തിരിഞ്ഞാലും, വീട്ടുകാരും നാട്ടുകാരും കമൻറ്റ് ബോക്സിലും എനിക്കെതിരെ തിരിഞ്ഞാലും കമൻറ്റ് ബോക്സ് ഓഫ് ചെയ്തിട്ട് ഞാൻ വീഡിയോ ഇടും. ഇവൻ ഈ രീതിയിലുള്ള വീഡിയോകൾ ഇനിയും ഇട്ടാൽ മറ്റുള്ളവരെ കരിവാരി തേച്ച്, വീട്ടുകാരെ കരിവാരി തേച്ച്, ഇവരുടെ വീട്ടുകാർക്ക് പ്രശ്നമില്ല, പിന്നെ ഞങ്ങൾക്ക് എന്താണ് എടുത്ത് ഞാൻ പിന്നെയും എന്ന് പറഞ്ഞാലും ഇത് പബ്ലിക് നോയ്സൻസ് ആണ്. പബ്ലിക്കിന് പ്രശ്നമുണ്ട്. ഇത് പബ്ലിക്കിലെ ഇതേപോലെയുള്ള വിഷവിത്തുകൾ വേണ്ട. പുതിയ തലമുറയെ നശിപ്പിക്കാൻ കാരണം സോഷ്യൽ മീഡിയയിലൂടെ പുതിയ തലമുറയെ നശിപ്പിക്കാൻ കാരണമാകുന്ന മാരക വെപ്പൺസ് ഇനി വേണ്ട. അതുകൊണ്ട് തന്നെയാണ്, മനസ്സിലായില്ലേ? അപ്പോൾ പിന്നെ ഇവൻ്റെ പ്രശ്നം എന്താണെന്നറിയാമോ? ഇവൻ സൂം ചെയ്ത് നോക്കിയപ്പോൾ എൻ്റെ മുടി എവിടേക്കോ നരച്ചേക്കുന്നത് കണ്ടു. എന്നിട്ടും എന്നെ ആളുകൾ മോളെ നിന്ന് വിളിക്കുന്നു എന്ന്. അവന് സഹിക്കുന്നില്ലത്. അതങ്ങനെ വിളിച്ചെങ്കിൽ അതെൻ്റെ കഴിവാടോ? അകാലവാർദ്ധക്യം ബാധിച്ചിട്ടില്ല എനിക്ക്. അതങ്ങനെ വിളിച്ചെങ്കിൽ അതെൻ്റെ കഴിവാണ് കേട്ടോ. അതിന് നീ കുശുമ്പ് കുത്തിയിട്ട് യാതൊരു കാര്യമില്ല. നിൻ്റെ വൈഫിനെ ആരും മോളെ എന്ന് വിളിക്കാത്തതിന് കുശുമ്പ് കുത്തിയിട്ട് യാതൊരു കാര്യമില്ല. അങ്ങനെ ആക്കി എടുക്കാൻ നോക്ക് കേട്ടോ. എനിക്ക് വാർദ്ധക്യം ബാധിച്ചെങ്കിൽ അത് ഞാൻ സഹിക്കും. നീ സഹിക്കാനായിട്ട് പറഞ്ഞാൽ എൻ്റെ പ്രായത്തെപ്പറ്റി നീ എന്തിനാണ് ഇത്രയധികം ടെൻഷൻ അടിക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. എല്ലായിടത്തും ഇത് മെൻഷൻ ചെയ്ത് എനിക്ക് തോന്നുന്നു മേ ബി സ്ത്രീകൾക്ക് ഏറ്റവും അധികം ഇഷ്ടപ്പെടാത്തൊരു കാര്യമാണ് ഈ ഏജിനെ പറ്റിയിട്ട് പറയുക. അവർ പ്രായം ചെന്നു എന്ന് ഒക്കെ പറയാമെന്ന് എനിക്ക് തോന്നുന്നു ഒരു പരിധി വരെ. അപ്പോൾ അത് എങ്ങനെയെങ്കിലും ഇതിന് ഫീൽ ചെയ്ത് ആ ഒരു കാര്യം കൊണ്ട് എൻ്റെ പ്രായത്തെപ്പറ്റി വിളിച്ചു പറഞ്ഞാൽ ഞാൻ സോഷ്യൽ മീഡിയയിൽ നിന്ന് അങ്ങ് പോയി കളയും എന്ന് ഉള്ള ഒരു മൂഢധാരണയായിരിക്കും. എന്തെങ്കിലും നടക്കട്ടെ, നീ ഏതെങ്കിലും മൂഢമായ ധാരണയെ കൂടെ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറ, എന്നെ ബാധിക്കുന്ന കാര്യമല്ല. പിന്നെ അമ്മയുടെ പ്രായമുണ്ടല്ലോ മോനെ, അമ്മയെ കഴിഞ്ഞും പ്രായമുണ്ടല്ലോ. എനിക്കപ്പോൾ അപ്പൂച്ചിനോട് എനിക്കൊരു കാര്യം പറയാനുണ്ട് മോനെ. വൈഫല്ല കേട്ടോ, അല്ല ഭാര്യയല്ല കേട്ടോ, ഭാര്യ ഫാനിൻ്റെ ഫായല്ല, ഭരണിയുടെ ഫാ പറഞ്ഞ് പഠിക്കുക. ഒരു 10 തവണ എഴുതിയും കൂടെ പഠിക്കുക കേട്ടോ അപ്പൂച്ചി അമ്മോനെ. എപ്പോഴും ഇത് കേൾക്കുമ്പോൾ വല്ലാത്തൊരു ഇറിറ്റേഷൻ തോന്നും. അതുകൊണ്ടാണ്. പിന്നെ അത് വേറെ പ്രത്യേകിച്ചൊന്നും എനിക്ക് പറയാനില്ല. കമൻറ്റ് ചെയ്യുന്ന കുറേ സദാചാരക്കാരായ കുറേ നല്ല സാധനങ്ങൾ ഫുൾ കംപ്ലീറ്റ് അതിനകത്തുള്ള ഫാമിലീസ് മുഴുവൻ അങ്ങനെ തന്നെയാണ്. ചിലതൊക്കെ ഉണ്ട് കേട്ടോ, അതുങ്ങളെ കാണാൻ പോലുമില്ല പാവം, നല്ല സംസ്കാരപൂർണ്ണമായി സംസാരിക്കുന്ന ചിലതൊക്കെ ഉണ്ട്. അവരെല്ലാം കുറച്ച് സംസ്കാരം ഉള്ളതെല്ലാം എൻ്റെ അടുത്തേക്ക് പോകുന്നു. ബാക്കിയെല്ലാം അവിടെ ഇപ്പോൾ ആ വേസ്റ്റ് ബോക്സ് തന്നെയാണ്, സെപ്റ്റിക് ടാങ്ക് തന്നെയാണ് അവൻ്റെ ചാനലും, അവൻ്റെ ചാനലിലെ കമൻറ്റ് ബോക്സും. അതിപ്പോൾ എന്നെ എന്തൊക്കെ പറഞ്ഞ് നീ തളർത്താൻ നോക്കിയെന്ന് പറഞ്ഞാലും ഞാനിങ്ങനെ നീ കുടുംബത്തിനെതിരായിട്ടിടുന്ന വീഡിയോസിന് ഞാനിങ്ങനെ മറുപടി തന്നുകൊണ്ടേയിരിക്കും. അതിന് ഏതൊക്കെ നിനക്ക് നന്നായിക്കൂടെ, നിനക്ക് വേറെ പണിയില്ലേ, നിനക്ക് ജോലിയില്ലേ, തൊഴിലുറപ്പിന് പോയിക്കൂടെ, അതിന് പോയിക്കൂടെ, ഇതിന് പോയിക്കൂടെ, നിർത്തിക്കൂടെ എന്നൊക്കെ എന്തൊക്കെ ചോദിച്ചാലും ഞാൻ പറയില്ലേ, കമൻറ്റ് മുഴുവൻ എനിക്കെതിരായാൽ ഞാൻ കമൻറ്റ് ബോക്സ് ഓഫ് ചെയ്തിട്ട് വീഡിയോ ഇടും. എന്നാലും ഇതിനെതിരെ ഞാൻ പ്രതികരിച്ചുകൊണ്ടേയിരിക്കും. ഇനി എനിക്ക് എതിരെ നിൽക്കാൻ വേണ്ടിയിട്ട് വീട്ടുകാരെ മുഴുവൻ സപ്പോർട്ട് ചെയ്ത് അവരെ ഇതിലാക്കി അവരെ കൊണ്ട് പറയിപ്പിച്ചാലും ഞങ്ങളുടെ കുടുംബ പ്രശ്നമാണെന്ന് പറയാൻ, നിങ്ങളുടെ കുടുംബ പ്രശ്നം എന്തിനാണോ പബ്ലിക്കിലിടുന്നത്? വീണ്ടും എനിക്ക് ചോദിക്കാനുള്ളതാ. കുടുംബ പ്രശ്നമാണെങ്കിൽ കുടുംബത്ത് പോയി പറഞ്ഞു തീർക്കടോ. എന്നിട്ട് തനിക്ക് എന്ത് യോഗ്യതയാണ് ഇത് മറ്റുള്ളവരോട് അഡ്വൈസ് ചെയ്യാനായിട്ട്? തനിക്ക് എന്ത് യോഗ്യതയാണ്? ഞങ്ങളുടെ കുടുംബ പ്രശ്നമാണെന്ന് പറയാൻ എന്ത് യോഗ്യതയാണ് തനിക്കുള്ളത്? ഇനി എന്തിൻ്റെ പേരിലാണെങ്കിലും താൻ ഇന്നലെ തൻ്റെ അമ്മയെ സ്നേഹപൂർവ്വമായ അമ്മ എന്നൊന്ന് അഭിസംബോധന ചെയ്തു. എൻ്റെ പെങ്ങളെന്ന് പറഞ്ഞു. അത് ഞാൻ കാരണം എന്നോട് പക വീട്ടാൻ വേണ്ടിയിട്ട് അവരെ സോപ്പിടുന്നു. അവരെ നല്ലതാക്കി പറയുന്ന ഒരു സംഭവം. എന്തിൻ്റെ പേരിലായാലും നീ ഒരുപാട് കാലം കൂടി അമ്മ എന്നൊന്ന് സ്വീറ്റായിട്ട് പറഞ്ഞല്ലോ, എൻ്റെ പെങ്ങളെന്നൊന്ന് സ്വീറ്റായിട്ട് സംസാരിച്ചല്ലോ. സൂക്ഷിച്ചോ, അടുത്തുനിന്ന് തല്ല് കിട്ടാതെയും കൂടെ നീ സൂക്ഷിച്ചോ. ഒട്ടും പിടിച്ചിട്ടില്ല. അപ്പോൾ എനിക്ക് ഒട്ടും സമയമില്ലെന്ന് ഇത്രയേ ഉള്ളൂ. ഇത്രയും പറയാനുള്ള സമയം എനിക്ക് ഉണ്ടായിട്ടുള്ളൂ. ബാക്കി എന്താണെന്ന് വെച്ചാൽ ആലോചിച്ചിട്ട് ഞാൻ അടുത്ത ദിവസം തരാം കേട്ടോ ബാക്കി മറുപടി. അപ്പോൾ ഒരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.